യുവാക്കളെ, ഉമ്മമാരെ, കാരണവന്മാരെ, അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ് നിസ്കാരം. ആ നിസ്കാരം ഖളാക്കിയിട്ട് ഒരേർപ്പാടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. കൃത്യമായി നിസ്കരിക്കണം. റജബ് 27 നോമ്പ് നോൽക്കൽ സുന്നത്താണെന്ന് അല്ലാമാ ബാജൂരി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ഫിഖ്ഹിന്റെ കിതാബുകൾ നോക്കിയാൽ റജബ് 27 നോമ്പെടുക്കൽ സുന്നത്താണെന്നതിൽ ഒരു തർക്കത്തിനും അവകാശമില്ല. ശാഫിഈ മദ്ഹബിലെ ഏറ്റവും മുഅ്തമദായ കിതാബ് തുഹ്ഫത്തുൽ മുഹ്താജാണ്. ആ തുഹ്ഫയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, എല്ലാ മാസവും 27 നോമ്പെടുക്കൽ സുന്നത്തുണ്ട്, 28 നോമ്പെടുക്കൽ, ആ രാത്രിയുടെ പകലുകളിൽ നോമ്പെടുക്കൽ സുന്നത്താണ്. ആ നോമ്പ് എടുക്കേണ്ടത് എപ്പോഴാണ്? ചില ഇമാമിങ്ങൾ പറഞ്ഞു 28, 29, 30 ദിവസങ്ങളിലാണ്. എന്നാൽ അവര് തന്നെ പറഞ്ഞു അഥവാ 30 ഇല്ലെങ്കിലോ, അതുകൊണ്ട് 27 നോമ്പെടുക്കൽ സൂക്ഷ്മതയുടെ ഭാഗമാണ്. അതുകൊണ്ട് 27 നോമ്പെടുക്കൽ സുന്നത്താണെന്ന് മുഗ്നിയിൽ കാണാം. എന്നാൽ ഇബ്നു ഹജർ നിങ്ങൾ തുഹ്ഫയിൽ പറയുന്നു അതാ അയ്യാമുസൂദിന്റെ നോമ്പ് എടുക്കേണ്ടത് തന്നെ 27, 28, 29, 3 ദിവസമാണ്. അഥവാ 30 ഉണ്ടെങ്കിൽ 30 നോൽക്കേണ്ടതെന്ന് പറഞ്ഞ അഭിപ്രായം, അതിനെയും കൂടി പരിഗണിച്ച് 30 കൂടി എടുത്ത് 4 ദിവസം എടുക്കുകയാണ് വേണ്ടത്. എന്തേ കാരണം? മാസങ്ങളൊക്കെ അതിഥികളാണ്. പടച്ചവൻ നമ്മിലേക്ക് പറഞ്ഞേക്കുന്ന അതിഥികളാണ്. ആ അതിഥിയെ സൽക്കരിക്കേണ്ടത് സൽക്കർമ്മം കൊണ്ടാണ്.